എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരമാണ്. പ്രത്യേകിച്ച് ഈ സൈബർ ഇടങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ നടനാണ് ഷൈൻ ടോം ചാക്കോ. അത് നല്ല നടനാണ്, മികച്ച നടനാണ്. അത് എപ്പോഴും ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റേതായി വന്നുകൊണ്ടേയിരിക്കും. പുതിയ ഒരെണ്ണം എന്ന് പറയുന്നത് അദ്ദേഹം വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടാമത്തെ കല്യാണമാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം തന്നെ വന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ പ്രണയിനി വന്ന് പറയുന്നു. പക്ഷേ ആ കല്യാണം നടക്കില്ല, പിരിഞ്ഞു. അതാണിപ്പം നിരന്തരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ അത് നല്ല മാതൃകയാണ് അവർ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം രണ്ടുപേരും ആദ്യം ആ കുട്ടി ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് അത് തിരുത്തി. ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളല്ല വാർത്തയായി വന്നത് എന്നാണ് ആ കുട്ടി പറയുന്നത്. അത് വ്യാപകമായിട്ട് ഈ യൂട്യൂബർമാരെല്ലാവരും കൂടെ എടുത്തിട്ട് ഈ തനുജ എന്ന് പറയുന്ന കുട്ടിയെ ഇദ്ദേഹം തേച്ചു എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇത് വ്യാപകമായിട്ട് ഈ കുട്ടിയുടെ ലൈവിൽ വന്നതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തു വെച്ച് പ്രചരിപ്പിച്ചു. അപ്പോൾ ആ കുട്ടി ഇപ്പോഴും ഇദ്ദേഹത്തെ ന്യായീകരിച്ചാണ് പറയുന്നത്. അവരുടെ ബന്ധത്തിൽ നിന്നും വേർപിരിയാനുള്ള കാരണം ഞാനൊരു ടോക്സിക് പേഴ്സൺ ആണ് എന്നാണ് ഷൈൻ പറയുന്നത്. അദ്ദേഹം ഞാൻ ടോക്സിക് ആണ്, അതുകൊണ്ട് എനിക്കൊരു ബന്ധത്തിൽ ചെന്ന് തലവെക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കൂടെ ഉള്ളയാൾ, ഈ പങ്കാളി എന്ന് പറയുന്ന ആൾ ബുദ്ധിമുട്ടും, എന്നെ സഹിക്കാൻ പ്രയാസപ്പെടും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രം എന്ന് പറയുന്ന അപൂർവ രോഗം അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം രോഗം ഉള്ളവരുടെ ഒരു പ്രത്യേകത, ഇവർ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഈ രോഗം അദ്ദേഹത്തിന് ഗുണം ചെയ്യാറുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷെ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നോർമൽ അല്ലാത്ത രീതിയിലാണ് ഈ ഇന്റർവ്യൂകളിലൊക്കെ പെരുമാറുന്നത്. ഇപ്പോൾ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാനതിങ്ങനെ കണ്ടു. അത് കണ്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം നടുക്കിരിക്കുന്നു, അപ്പുറം ഇപ്പുറവും ഒരു ഒന്ന് വിഷ്ണു ഇപ്പുറത്തിരിക്കുന്നു, അപ്പുറത്തൊരു നടിയിരിക്കുന്നു, ഇദ്ദേഹത്തിൻ്റെ നടുക്കിരിക്കുന്നു. ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം എണ്ണീറ്റ് പോയി വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ ഈ യൂട്യൂബർമാരെ ആഘോഷിക്കുന്നു. സിനിമ ചാനലുകളുണ്ടല്ലോ, സിനിമ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട്. അപ്പോൾ അവർ ഇദ്ദേഹത്തിൻ്റെ ഈ ആക്ടിവിറ്റി എടുത്ത് ആഘോഷമാക്കുകയാണ്. ഇദ്ദേഹം അവർക്ക് പറ്റിയൊരു നല്ലൊരു വിഭവമാണ്, നല്ലൊരു ഇരയാണ് അവരുടെ. അപ്പോൾ അവരുടെ ഇതിലൊക്കെ ചെന്ന് നിന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിനെ വേർപിരിയുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് വളരെ നല്ല കാര്യമല്ലേ പറയുന്നത്. മാന്യമായിട്ടുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കാര്യത്തിൽ തന്നത്. സാധാരണ ഇവിടെ എത്രയോ കാമുകികന്മാർ പിരിഞ്ഞു പോയിട്ട്, ഭാര്യയും ഭർത്താവും പിരിഞ്ഞു പോയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ അവർ രണ്ടുപേരും മാന്യമായിട്ട് പെരുമാറുന്നവർ. ഇദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ട്, സിയാൽ, 8 വയസ്സുണ്ട്. ആദ്യ വിവാഹത്തിലൊരു കുഞ്ഞുണ്ട്. അപ്പോൾ അതിന് 8 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അതും ആ കുട്ടിയും അതിൻ്റെ മാതാവും ആയവരും ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഇല്ല എന്നാണ് ഒരു ഇതിൽ പറഞ്ഞത്. ഷൈൻ പറഞ്ഞത് ഭൂഖണ്ഡത്തിൽ തന്നെ. അതെന്താണ് അദ്ദേഹം അർത്ഥമാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഭൂഖണ്ഡത്തിൽ തന്നെ ഇല്ല, അവരെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവരെയും വിമർശിച്ച് ഒന്നും പറയില്ല, ഈ തനുജയും വിമർശിച്ചുകൊണ്ട് ഒന്നും പറയില്ല. ആ കുട്ടി ഞാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളാണ്, എനിക്ക് ഒരു റിലേഷനിൽ ചെന്ന് ചാടാൻ പറ്റില്ല, ആദ്യ വിവാഹത്തിന് ശേഷം ഞാൻ ഇനിയൊരു റിലേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ എന്നിട്ടും ഞാൻ പോയി അതിലേക്ക് ചാടിക്കൊടുത്തു. ഇവർ തമ്മിൽ 2 വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ജനുവരിയിലാണ് ഇവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. ആദ്യം ഇതൊരു അഭ്യൂഹമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഷൈൻ്റെ ഈ തനുജയുടെ പേജിലൊക്കെ ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകളൊക്കെ, തനുജ ഒരു അറിയപ്പെടുന്ന മോഡലാണ്. അപ്പോൾ അവരുടെ പേജിലൊക്കെ ഇത്തരത്തിൽ ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആളുകൾ പോയി ചോദിച്ചു തുടങ്ങി, ഇതെന്താണ്, ഷൈനുമായിട്ട് എന്ത് റിലേഷനാണ് എന്നുള്ളത്. അങ്ങനെയാണ് ആദ്യം ഈ സാധനം ഇങ്ങനെ ഉയർന്നു വന്നത്. പിന്നീട് ഈ ഡാൻസ് പാർട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. അതോടുകൂടി എല്ലാവർക്കും ഉറപ്പായി ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട് എന്നുള്ളത്. പിന്നീട് ജനുവരിയിൽ എൻഗേജ്മെന്റ് നടന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തനുജയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ആ ഒരു റിലേഷൻ അവസാനിപ്പിച്ചു. അതിന് മുമ്പ് തന്നെ ഇൻസ്റ്റയിൽ അവരുടെ ഇൻസ്റ്റയിൽ നിന്ന് ഈ ഷൈനുമായിട്ടുള്ള ചിത്രങ്ങളെല്ലാം അവർ നീക്കം ചെയ്തു. അപ്പോൾ മുതലേ ആളുകൾ പോയി കമൻറ്റ് ചെയ്തു തുടങ്ങി, എന്താണ് ഇദ്ദേഹം തേച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഇവർ തിരിച്ചു ചോദിച്ചു, തേക്കാൻ ഞാൻ എന്താ ഭിത്തിയാണോ എന്ന് ചോദിച്ചു, ഈ തനുജ ചോദിച്ചു. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും കമൻറ്റുകൾക്കെല്ലാം ഇവർ റിപ്ലൈ കൊടുത്ത് ഏറ്റവും അവസാനം അവർ പറഞ്ഞു ആ റിലേഷൻ അത് ബ്രേക്കപ്പായി
എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ലൈവിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരും. ലൈവിൽ വന്നുകൊണ്ട് അവർ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരതിൽ വലിയ വേദന അനുഭവിക്കുന്നുണ്ട് എന്നാണ് അവരുടെ പല പ്രതികരണങ്ങളും കാണുമ്പോൾ. ഇഷ്ടമുണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണ് നിറയുന്നൊക്കെയാണ് അവർ ലൈവിൽ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അവർ നിരന്തരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു കുട്ടിയുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടുതലായി പേര് കേട്ടു തുടങ്ങിയത്. ആ കുട്ടി കൂടുതലായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പിന്നെ അതിനകത്ത് ധ്യാനൊക്കെ വന്നിട്ട് അർത്ഥം വെച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് ആ കുട്ടിയും ഷൈനും തമ്മിൽ റിലേഷൻ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നു. പക്ഷെ അത് പിന്നീട് നിഷേധിക്കപ്പെട്ടു. ആ കുട്ടിയും പറഞ്ഞു എനിക്ക് അങ്ങനെ ബന്ധമൊന്നുമില്ല, ഇങ്ങനെ ഈ ഇൻ്റർവ്യൂവിന് വരുന്നു, ഞാൻ അതിന് അവതരിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് വേറെ റിലേഷൻ കാര്യങ്ങളൊന്നുമില്ല എന്ന് ആ കുട്ടി തന്നെ പറയുകയുണ്ടായി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം, ഇങ്ങനെ ഒരു പ്രശ്നം ഇതിങ്ങനെ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഒരു വലിയ ഇത്. സിനിമയിൽ ഇതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. ആസ്വദിക്കുന്നതല്ല, അദ്ദേഹത്തിന് എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റണ്ടേ. മാത്രമല്ല അദ്ദേഹം ഈ ഇന്റർവ്യൂവിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ സംസാര ശൈലി വേറെ തരത്തിലാണെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം പോയിന്റാണ് ആണ്. പറയുന്നതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അതെ, ഇദ്ദേഹത്തിന്റെ ആദ്യ ഇതിഹാസം കാണുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഞാൻ ഇദ്ദേഹത്തോട് സിനിമ കഥ പറയാൻ പോയിട്ടുണ്ട്. ഞാനും ഒരു ഡയറക്ടറുടെ സിനിമയുടെ കഥ പറയാൻ വേണ്ടി അന്ന് ഞാൻ കാണുന്ന ഒരു മനുഷ്യനെ അല്ല ഇന്നത്തെ ഇദ്ദേഹം. അന്ന് വളരെ കാമൻ ക്വയറ്റായിട്ടിരുന്ന കഥ കേട്ട കഥയിലെ സംശയങ്ങൾ, നമ്മൾ പോലും കണ്ടുപിടിക്കാത്ത സംശയങ്ങൾ, കാര്യങ്ങൾ ഈ കഥയിലൊക്കെ ഇത്രയും ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ടോ, അതൊക്കെ തിരുത്തേണ്ടതാണല്ലോ എന്ന് ഞാൻ പോലും ആലോചിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിട്ട് 2 ദിവസമാണ് അദ്ദേഹം കഥ കേട്ടത്. ആദ്യത്തെ ദിവസം പകുതി ഫസ്റ്റ് പാർട്ട് കേട്ടു. രണ്ടാമത്തെ ദിവസം ആ ഫസ്റ്റ് പാർട്ട് കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞത് എനിക്ക് കുറേ സംശയങ്ങളുണ്ട്, ഞാനിതെല്ലാം ചോദിക്കാം, ബാക്കി നമുക്ക് നാളെ കേൾക്കാം എന്ന് പറഞ്ഞു. മണിക്കൂറുകളോളം ഇരുന്ന് അദ്ദേഹം കഥ കേട്ടു. അപ്പോൾ ആ ഒരു മനുഷ്യൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. അദ്ദേഹത്തെ ഇനി വെച്ച് എങ്ങനെ സിനിമകൾ, വേറെ മറ്റ് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ കൊടുക്കാൻ പറ്റും? അല്ല, അദ്ദേഹം നടനായി ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വേറൊരാളാണല്ലോ, കഥാപാത്രമായി മാറുകയാണല്ലോ. അല്ല, ഇപ്പോൾ ഈ ഭീഷ്മയിലൊക്കെ അദ്ദേഹത്തിൻ്റെ തനി റോള്, തനി എങ്ങനെയാണോ അത് തന്നെ വന്ന് ചില സിനിമകളിൽ അദ്ദേഹമായിട്ട് തന്നെ വന്ന് ചെയ്തിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും അദ്ദേഹം തന്നെയാണ്, ആ ലെവലിലുള്ള കഥാപാത്രമാണ് ഇപ്പം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭീഷ്മയിലൊക്കെ ശ്രദ്ധിച്ചില്ലേ, അദ്ദേഹം തന്നെയാണ് ആ ഭീഷ്മയിലെ കഥാപാത്രം. അത് അദ്ദേഹത്തിന്റെ രീതി, അതേ രീതിയിൽ വന്നിരുന്ന ആ മാൻഡ്രസം കാണിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പല സിനിമകളിലും അദ്ദേഹം ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഒരു വലിയ നല്ലൊരു നടനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വിഷമം എല്ലാ മലയാളികൾക്കുമുണ്ട്. ഇപ്പോൾ അത് കൂടി വരികയാണ് ഇന്റർവ്യൂകളിൽ. ആദ്യമൊക്കെ ഒരു ചെറിയതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്റർവ്യൂ കൊടുക്കാൻ പോകാത്തതല്ല, അദ്ദേഹത്തിന് ചില വസ്തുക്കളുടെ ഉപയോഗമാണ് അദ്ദേഹത്തെ ഇങ്ങനെ ആക്കുന്നത് എന്നാണ് ഭൂരിഭാഗം മലയാളികളും ഇപ്പോൾ പറയാറുള്ളത്. അത് സിനിമാക്കാരും പലപ്പോഴും അദ്ദേഹത്തെ ഉന്നം വെച്ചുകൊണ്ട്, സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തെ ഉന്നം വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും അതൊരു കലാകാരനെ നശിപ്പിക്കുകയുള്ളൂ. ഇവിടെ ഒരു വലിയ നടൻ നശിച്ചു പോകാനുള്ള കാരണം ഇത്തരം വസ്തുക്കളുടെ ഉപയോഗമായിരുന്നു. ഇത്തരം വസ്തുക്കൾ നമ്മുടെ ഒരു അതിപ്രശസ്തനായ നടൻ അദ്ദേഹം മരിച്ചുപോയി. അവസാന കാലത്ത് കണ്ണിന്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹം ഇത് കൊണ്ടുവന്നിട്ട് ഈ ചോറ്റുപാത്രം ഉണ്ടല്ലോ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഈ നമ്മുടെ ചോറ് കൊണ്ടുവന്ന ഈ പാത്രത്തിൽ കൊണ്ടുവന്നിട്ടാണ് പുള്ളി കുടിക്കുന്നത്. മദ്യം അപ്പോഴും കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്തും. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് കാഴ്ച മങ്ങും. അപ്പോഴും പുള്ളി ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുടിക്കും, വേറൊന്നും വേണ്ട, വേറൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല. വളരെ ഗംഭീര നടൻ, പേര് ഞാൻ പറയുന്നില്ല, ഗംഭീര നടൻ, അതിഗംഭീര നടൻ, നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ ആ കാലത്തിൽ അദ്ദേഹം ഒരു 55 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം ഈ നല്ല ഇപ്പോൾ ഒരിക്കൽ ടിനി ടോം ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരു പരിപാടിയിൽ നിന്ന് പറഞ്ഞു മലയാളത്തിലൊരു നടൻ്റെ പല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ടിനി ടോം ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ പക്ഷെ പിന്നീട് ആ ചോദ്യത്തിന് പിന്നീട് ഇത് ആരാണ് എന്നുള്ളത് ചോദിച്ചപ്പോൾ പിന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറിപ്പോയി, സ്കിപ്പായി കളഞ്ഞു. പറയാൻ പറ്റില്ലല്ലോ. ഒരു നടന്റെ പല്ല് പൊടിഞ്ഞുകൊണ്ടിരിക്കുക, രാസലഹരിയുടെ ഉപയോഗം മൂലം ഒരു നടന്റെ പല്ല്, മലയാളത്തിലെ ഒരു നടന്റെ പല്ല് പൊടിഞ്ഞുന്നുണ്ട്. ഈ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സിനിമാക്കാർക്കെതിരെയുള്ള, ന്യൂജൻ സിനിമാക്കാർക്കെതിരെയുള്ള വലിയൊരു ആരോപണം ഒരു പരിധി വരെ ശരിയാണ്. രാസലഹരി ഉപയോഗിക്കുന്ന ഉപയോഗം അറിയാവുന്ന ഒരു നടൻ, അദ്ദേഹം രാഷ്ട്രീയ നേതാവും കൂടെയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു സെറ്റിൽ അഭിനയിക്കാനായിട്ട് പോയി, പുതിയ പിള്ളേരുടെ സെറ്റിൽ. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നിട്ട്
അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇവരുടെ വീടുമായിട്ട് അടുത്ത പരിചയത്തിലുള്ള ആളുണ്ട്. അപ്പം അദ്ദേഹം കൂടെ കേൾക്കുകയാണ് പറഞ്ഞത്, ഭയങ്കര കുഴപ്പമാണ്, ആ സെറ്റ് മുഴുവൻ ഇതാണ്, ഈ ലഹരി ഉപയോഗമാണ്. പുള്ളി പഴയ തലമുറയിലും കൂടെ ആളായതുകൊണ്ട് പുള്ളിക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുക. അവർ കൂടി പോയതിരി ഷൂട്ട് കഴിഞ്ഞാൽ പോയി ഇത്തിരി മദ്യം കഴിക്കുമെന്നൊക്കെ ഉള്ള അല്ലാതെ ഇത് ലൊക്കേഷനിൽ തന്നെ ഇതൊക്കെ അടിച്ച് ഇത് കൊണ്ടുവരാൻ സപ്ലൈ ചെയ്യാൻ ആളുണ്ട്. ഇതൊക്കെ അടിച്ചിട്ടാണ് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊച്ചിയിൽ വിൽപ്പനയുണ്ടെന്നേ, വ്യാപകമായി ഇതിന്റെ വിൽപ്പനയുണ്ട്. ഇന്നലെ ഇപ്പം പിന്നെ ഒരു സംഘത്തെ പിടികൂടിയിട്ടുണ്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്ന്. അത് ഈ തൃശ്ശൂരായിട്ടുള്ളൊരു കുട്ടി രാഗിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പിന്നെ 12 പുരുഷന്മാരെയുമാണ് പിടിച്ചിരിക്കുന്നത്. ഒറ്റ പെൺകുട്ടിയും 12 പുരുഷന്മാർ. അതിൽ മെയിൻ ആയിട്ടുള്ളതൊരു ഫിറോസ്, പിന്നെ അവനടക്കം 13ഓളം പുരുഷന്മാരും പിന്നെ ഒരു ഒറ്റ. ഇതെല്ലാം ഏത് കേസ് പിടിച്ചാലും അതിലൊരു പെൺകുട്ടി ഉണ്ടാവും. ഈ എമ്മിന്റെ കേസ് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി ഇതിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പൊ അത് ഒരു 25-20 അതെ കാരിയറായി മാറിപ്പോവുക. അതായത് മേടിക്കാൻ പൈസ ഇല്ലാതാകുമ്പം ഇത് കൊടുക്കും, ഇതിന്റെ വിൽപ്പന ആരംഭിക്കും. അതാണ് കാരിയേഴ്സായി ഇതിന്റെ പിന്നെ മാറുന്നത്. ഇവരാണ് ഈ സെറ്റിൽ എത്തിച്ചു കൊടുക്കുന്നത്. സെറ്റിൽ എന്താ പോലീസിന്റെ പരിശോധന സമ്മതിപ്പിക്കാത്തവര്? എക്സൈസിന്റെ പരിശോധന, എക്സൈസ് ഒരു സമയത്ത് സെറ്റിൽ പരിശോധനയ്ക്ക് തയ്യാറായപ്പോൾ ഇവിടുത്തെ സിനിമാക്കാരെല്ലാം കൂടെ ഇറങ്ങി നിന്ന് തടഞ്ഞതാണ്. കാര്യം സെറ്റിൽ പോയാൽ പലരും പിടിക്കപ്പെടുന്നേ, പലരും പിടിക്കപ്പെടും. ഞാനൊരു തവണ ഒരു പിന്നെ ഒരു സംവിധായകനെതിരെ ഒരു പരാതി കൊടുത്തു. അത് നമ്മുടെ ടെക്നോ പാർക്ക് പിന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. അവരെ പിന്നെ റേപ്പ് ചെയ്തു എന്നുള്ളതാണ് പരാതി. അപ്പോൾ അവരുടെ പരാതി വായിച്ചു നോക്കിയപ്പോൾ ആ പരാതി അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന പരാതിയാണ്. ഏതാണ്ട് ഒരു 10-18 പേജോളം വരും. ആ പരാതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. എമ്മിൻ്റെ ഉപയോഗം അത് കൂട്ടത്തോടെ ഉപയോഗിച്ചിട്ട് ഇവരെല്ലാവരുടെ കൂട്ടത്തോടെ ഉപയോഗിക്കുക. എന്നിട്ട് ഇവർക്ക് 2 പേർക്കും ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരുന്നത്. റൂം ഇവരെ തള്ളി തുറന്ന് അകത്ത് കയറി ഇവരെ റേപ്പ് ചെയ്തു. അങ്ങനെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. ആ സിനിമ റിലീസാവുന്നതിന് മുമ്പ് ആ സംവിധായകനെ പിടിച്ച് അകത്തിട്ടു പോലീസ്. ആ സിനിമ റിലീസാവുന്ന സമയത്ത് ആ സംവിധായകൻ ജയിലില്ല. ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമയുടെ പിന്നെ റിലീസ് കാണേണ്ടി വന്നത്. അപ്പോൾ പോലീസ് പിടിച്ച് അകത്തിടേണ്ടി വന്നു. കാര്യം വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു രാത്രി മുഴുവൻ അവരെ റേപ്പ് ചെയ്തു. ഒരു രാത്രി മുഴുവൻ. എന്തായാലും നമുക്ക് ഷൈൻ ടോം ചാക്കോയിലേക്ക് ഷൈൻ ടോം ചാക്കോ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉടനടി തന്നെ ഇതിന്റെ ഉപയോഗം നിർത്തി അദ്ദേഹം കഥാപാത്രമായി വരേണ്ട നല്ല സിനിമകളെ അദ്ദേഹത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിലെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അത് അതിരി കടക്കുന്നുണ്ട് അദ്ദേഹം.